ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആശ പവറിൻ്റെ നോവ 50 എന്നുള്ള മോഡൽ MPPT ചാർജ് കൺട്രോളർ 24 വോൾട്ടിൽ ഹൈ VOCയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് പാനലാണ്, 400 വാട്ട്സിൻ്റെ രണ്ട് കിർലോസ്കർ പാനലാണ് ഞാൻ 12 വോൾട്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും പാരലായി കണക്ട് ചെയ്തിരിക്കുന്നത്. കാര്യം 12 വോൾട്ട് സെറ്റിങ്ങിൽ ഈ MPPT ചാർജ് കൺട്രോളറിൻ്റെ VOC മാക്സിമം 60 വോൾട്ട് ആണ്. അത് 24 വോൾട്ട് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് 90 വോൾട്ട് വരെ നമുക്ക് VOC കൊടുക്കാം. അപ്പോൾ ഈ പാനൽ കണക്ട് ചെയ്തേക്കുന്നതിൽ നമുക്ക് സീരീസ് ആക്കാൻ വേണ്ടി എളുപ്പമാണ്. ഒരു പാനലിലെ പോസിറ്റീവും മറ്റേ പാനലിലെ നെഗറ്റീവുമായിട്ട് ഡയറക്റ്റായിട്ട് എടുത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് മറ്റേ ആ പാനലിലെ ഫ്രീ ആയിട്ടുള്ള എൻഡ്സ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാം. അപ്പോൾ രണ്ട് പാനലിലെ ഇൻഡിവിജ്വൽ VOC, അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് രണ്ടും ആഡ് ചെയ്ത് വരും. ഏകദേശം 90 വോൾട്ടിന് താഴെ വരുള്ളൂ രണ്ടിൻ്റെയും കൂടെ VOC. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു വയറിൽ കൂടിയാണ് താഴേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പവർ എത്തുന്നത്. ഇപ്പോൾ നോക്കാം. ഈ താഴെ കാണുന്ന ഡിസ്പ്ലേ എന്ന് വെച്ചാൽ എനർജി മീറ്റർ ആണ്. ഈ എനർജി മീറ്റർ നേരിട്ട് സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. സോളാർ പാനലിൽ നിന്ന് എത്ര പവർ വരുന്നു, എത്ര വോൾട്ടേജ് വരുന്നു, എത്ര കറണ്ട് വരുന്നു, എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. മുകളിലത്തെ ഡിസ്പ്ലേ നമ്മുടെ MPPT ചാർജ് കൺട്രോളറിനകത്തുള്ള ഡിസ്പ്ലേ ആണ്. 2 ലൈൻ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 5.2 ആംപിയറിൽ SPVയുടെ ആംപിയർ. ഇപ്പോൾ പാനൽ വോൾട്ടേജ് 65 വോൾട്ടാണ്. ഏകദേശം 90-ന് താഴെ വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ലോഡ് വരുമ്പോഴേക്ക് വോൾട്ടേജ് കുറച്ച് താഴും. അതാണ് 65 വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ 337 വാട്ട്സ് പ്രൊഡക്ഷൻ ഉണ്ട്. 800 വാട്ട്സിൻ്റെ പാനലാണെങ്കിൽ പോലും ഇപ്പോൾ മഴ ആയതുകൊണ്ട് മേഘമുള്ളതുകൊണ്ട് ഇതിപ്പോൾ വോൾട്ടേജ് കുറച്ചേ കാണിക്കുന്നുള്ളൂ. പ്രൊഡക്ഷൻ വോൾട്ടേജ് അല്ല, സോറി, പവർ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ബാറ്ററിക്ക് 27 വോൾട്ട് വരെ ഉണ്ട്. ഇപ്പോൾ ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ട് ആണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അത് കാണുക. ഇപ്പോൾ 65 വോൾട്ട്, അതായത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് 4.9 ആംപിയർ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നേരത്തെ പാരലൽ കണക്ഷൻ കൊടുത്തിരുന്ന സമയത്ത് ഇത് 10 ആംപിയർ വരെ കാണിച്ചിരുന്നു. ഇന്ന് ചെറിയ മഴയുള്ളതുകൊണ്ട് മേഘാവൃതമാണ് ആകാശം. അപ്പോൾ സോളാർ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 800 വാട്ട്സ് ഔട്ട്പുട്ടിൻ്റെ സ്ഥലത്ത് 314 വാട്ട്സ് മാത്രമേ ഔട്ട്പുട്ട് കിട്ടണുള്ളൂ. ഇപ്പോൾ ചാർജിങ് ആംപിയർ 11.2 ആംപിയർ തന്നെ ആംപിയറാണ് ചാർജിങ് ആംപിയർ, അതായത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 310 വാട്ട്സ് നമ്മൾ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് 297 വാട്ട്സ് ആണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഈ ചാർജ് കൺട്രോളർ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 358 വാട്ട്സ് പവർ സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 338 വാട്ട്സ് പവറാണ് ഈ സോളാർ ചാർജ് കൺട്രോളർ കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി 95% കൺവേർഷൻ എഫിഷ്യൻസി ഉണ്ട് ഈ ചാർജ് കൺട്രോളറിന് 24 വോൾട്ട് ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ കൊടുത്തപ്പോൾ. ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ 312 വാട്ട്സ് ചാർജിങ് കറണ്ട് ഉണ്ടായിരുന്ന സമയത്ത് 320 വാട്ട്സ് ആണ് പാനലിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതായത് ആ സമയത്തുള്ള എഫിഷ്യൻസി 97.5% ഈ MPPT ചാർജ് കൺട്രോളറിൻ്റെ. അതായത് എനിക്ക് കിട്ടിയ മാക്സിമം എഫിഷ്യൻസി 97.5%. ഇത് 24 വോൾട്ട് ഹൈ വോൾട്ട് സിസ്റ്റത്തിൽ VOC സിസ്റ്റത്തിൽ കണക്ട് ചെയ്തപ്പോൾ ആണ് ഈ ഹൈ എഫിഷ്യൻസി കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് പാനലും കൂടെ പാരലാക്കി കൊടുത്തിരുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് കിട്ടിയിരുന്ന എഫിഷ്യൻസി എന്ന് വെച്ചാൽ 88% മുതൽ 95% വരെയാണ് എഫിഷ്യൻസി കിട്ടിയത്. അതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നോക്കിയാൽ അറിയാം, 12 വോൾട്ട് സിസ്റ്റത്തിൽ ഇത് കണക്ട് ചെയ്തപ്പോൾ 87% ഇതിൻ്റെ എഫിഷ്യൻസി കാണിച്ചത്. അതായത് 12 വോൾട്ട് സിസ്റ്റത്തിൽ 60 വോൾട്ടിന് താഴെ VOC കണക്ട് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കുറവായിട്ട് കാണിക്കുന്നു. പിന്നെ
24 വോൾട്ട് സിസ്റ്റത്തിൽ, ഈ വോൾട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബാറ്ററിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 24 വോൾട്ട് ബാറ്ററിയിൽ ഈ ഒരു MPPT കണക്ട് ചെയ്തതിന് ശേഷം രണ്ട് പാനൽ പാരലായി കണക്ട് ചെയ്യുകയാണെങ്കിൽ 95% വരെ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. അതേസമയം 24 വോൾട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് സോളാർ പാനൽ ഹൈ VOC, അതായത് രണ്ടും കൂടെ സീരീസ് ആയി കണക്ട് ചെയ്ത് 90 വോൾട്ട് VOC വരെ കൊടുക്കുമ്പോൾ എഫിഷ്യൻസി വളരെ കൂടുതൽ കാണിക്കുന്നുണ്ട്, 97.5%. അപ്പോൾ ഈ ഒരു MPPT ചാർജ് കൺട്രോളർ എത്ര VOC കൂടുതൽ നമ്മൾ കൊടുക്കണോ അത്രയും എഫിഷ്യൻസി കിട്ടും എന്നാണ് ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഈ 12 വോൾട്ട് സിസ്റ്റത്തിൽ ഹൈ VOCയിൽ ഉപയോഗിക്കാൻ ആണെങ്കിൽ നമുക്ക് ഇവരുടെ സൈറ്റിൽ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സൂര്യ 50 HV വെർഷൻ 9.0 എന്നുള്ളൊരു മോഡലുണ്ട്. അതിൻ്റെ വില ഏകദേശം 9599 രൂപയാണ് സൈറ്റിനകത്ത് ഇട്ടേക്കുന്നത്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 12 വോൾട്ട് സിസ്റ്റത്തിൽ നമുക്ക് രണ്ട് പാനൽ സീരീസ് ആയിട്ട് സുഖമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ 3-4 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം ഒരു പാനലിന് 43-44 വോൾട്ട് വരുന്നുണ്ട്. ചില പാനലിൽ 48 വോൾട്ടും വരുന്നുണ്ട്. അങ്ങനെയുള്ള പാനൽസ് ആണെങ്കിൽ 24 വോൾട്ട് സിസ്റ്റത്തിൽ 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. 12 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഹൈ എഫിഷ്യൻസി കിട്ടും. ഈ കാണുന്ന നോവ 50 എന്നുള്ള മോഡൽ MPPT ചാർജ് കൺട്രോളറിന് ആശ പവറിൻ്റെ സൈറ്റിൽ കാണിച്ചിരിക്കുന്ന വില 6899 ആണ്. ഇത് 12 വോൾട്ട് 60 വോൾട്ട് VOC വരെ നമുക്ക് കണക്ട് ചെയ്യാം. 900 വാട്ട്സ് ആണ് ഇതിൻ്റെ 12 വോൾട്ടിലെ മാക്സിമം സോളാറിൻ്റെ കപ്പാസിറ്റി. 24 വോൾട്ട് ബാറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ 90 വോൾട്ട് വരെ പാനലിൻ്റെ വോൾട്ടേജ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാനൽ കപ്പാസിറ്റി 1400 വാട്ട്സ് വരും. അതേസമയം സൂര്യ 50 എന്നുള്ള മോഡലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് രണ്ട് വെർഷൻ വരുന്നുണ്ട്. ലോ വോൾട്ടേജ് വെർഷനും വരുന്നുണ്ട്, ഹൈ വോൾട്ടേജ് വെർഷനും വരുന്നുണ്ട്. ലോ വോൾട്ട് വെർഷനിലാണെങ്കിൽ 12 വോൾട്ട് ബാറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ഈ നോവ 50 പോലെ 60 വോൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം സൂര്യ 50 ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ 12 വോൾട്ട് ബാറ്ററിയിൽ 120 വോൾട്ട് പാനൽസ് വരെ കണക്ട് ചെയ്യാം. അപ്പോൾ ഹൈ വോൾട്ടേജ് ആകുമ്പോഴത്തേക്ക് എഫിഷ്യൻസി കൂടുതൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.